പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ രാഷ്ട്രവിചാരം തന്നെ ആകാമെന്ന് വിചാരിക്കുന്നു. രാഷ്ട്രത്തെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോഴത് കൂടുതലായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അതേപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ്. എന്നും രാഷ്ട്രത്തെ പറ്റിയുള്ള വാർത്തകൾ രാഷ്ട്രീയത്തെ പറ്റിയുള്ള വാർത്തകൾ കൊണ്ടാണ് നമ്മുടെ പത്രങ്ങളും ചാനലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരെല്ലാവരും പഴയ കാര്യങ്ങളെയൊക്കെ വിസ്മരിച്ച് പഴയ കാര്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുള്ള വാർത്തകളാണ് പലപ്പോഴും കൊടുക്കുന്നത്. അവരുടെ പക്ഷപാതപരമായ അവലോകനങ്ങളും മാത്രമാണ് ജനങ്ങളിൽ എത്താനായിട്ട് സാധ്യതയുള്ളതും എത്തുന്നതും. പ്രത്യേകിച്ച് കേരളത്തിലെ ശരിയായ സത്യസന്ധമായിട്ടുള്ള വിശകലനത്തോടെയുള്ള രാജ്യസ്നേഹമുള്ള പത്രപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഏത് വാർത്ത വന്നാലും അത് കേന്ദ്രം ഭരിക്കുന്ന BJPയെ താറടിച്ച് കാണിക്കുന്നതിനാണ് എല്ലാ പത്രക്കാരും ഒരുവിധപ്പെട്ട ചാനലുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് മറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാതെ തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു 200 വർഷക്കാലം അടിമത്ത ഭരണത്തിൻ്റെ കീഴിലായിട്ട് എല്ലാ തരത്തിലും ഇന്ത്യ എത്രമാത്രം സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. എത്രയോ ധീരരായിട്ടുള്ള യുവാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ജീവിതം ഹോമിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മൾ സത്യാഗ്രഹത്തിൻ്റെ പാതയിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്നുള്ളത് ഇന്നീ കാലത്ത് ശരിയായ ഒരു രീതി പോലും ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ തോക്കിനിരയായി ധാരാളം പേര് ജീവൻ വെടിയേണ്ടി വരികയും ഒരു ഭാഗത്ത് സത്യാഗ്രഹ സമരം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത അങ്ങനെ നീണ്ടുപോയ ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നുള്ളതും നമുക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ പറയാനുള്ളത്, ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നെന്നും അതിന് മറ്റാർക്കും പങ്കാളിത്തമില്ലെന്നൊക്കെ അവർ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പറ്റിയും ഒക്കെ ഉള്ളവരെ പറ്റിയും അതിനു മുമ്പ് ഝാൻസി റാണിയെ പറ്റിയും റാണ പ്രതാപ് സിംഗിനെ പറ്റിയും ശിവജിയെ പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അവരെല്ലാം ചരിത്രത്താളുകളിൽ തമസ്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. മഹാനായ അക്ബറെന്നും മഹാനായ ഷാജഹാനെന്നും മഹാനായ അലക്സാണ്ടർ എന്നും ഒക്കെ അധിനിവേശക്കാരെ മഹത്വവൽക്കരിച്ച ചരിത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. അതിനിടയിൽ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ പടയോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഏതാണ്ട് സ്നേഹിച്ച് അങ്ങോട്ട് സന്തോഷിപ്പിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് സ്വർഗതുല്യമായ ജീവിതം വാഗ്ദാനം ചെയ്ത് പടയോട്ട കാലത്തെന്ന് പറയുന്ന പോലാണ് പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അയാളെ മഹത്വവൽക്കരിക്കാൻ ഇവിടുത്തെ ചരിത്രകാരന്മാരും ഒരു കൂട്ടം ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഓർത്തപ്പ ടിപ്പുവിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അത് പോകട്ടെ. ഇപ്പോൾ പറയാൻ വരുന്ന അതൊന്നുമല്ല. അതായത് UPA ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസും കോൺഗ്രസിൻ്റെ മുന്നണിയുമാണല്ലോ രാജ്യം ഭരിച്ചത്. അപ്പോൾ UPAയുടെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന P. ചിദംബരം, അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഭരണത്തിൽ വന്ന കേസൊക്കെ അട്ടിമറിച്ച് സ്വസ്ഥമായിട്ട് തനിക്കും തൻ്റെ 7 തലമുറയാണോ 10 തലമുറയാണോ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള നിയമം അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പം പ്രകടന പത്രികയൊക്കെ കൊണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം, നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്ത് ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന്. അവരുടെ സ്വകാര്യമായ സ്വത്ത് സമ്പാദനത്തിനാണ് അവരുടെ ഭരണപരമായ കഴിവുകൾ ഉപയോഗിച്ചതെന്നുള്ളതിന് ഒരു തെളിവ് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് മഹാരാഷ്ട്രയിലെ ദാഭോൽ എന്ന സ്ഥലത്ത് ഒരു US കമ്പനി എൻറോൺ എന്ന് പറയുന്ന ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങി. അപ്പോൾ പരിസ്ഥിതി വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ചേർന്ന് ആ എൻറോൺ എന്ന കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നു. അത് സ്ഥാപിച്ചെന്നും പറയുന്നു, സ്ഥാപിച്ചില്ലെന്നും പറയുന്നു. എന്തായാലും കൊള്ളാം. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒരുപാടായപ്പോൾ
കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ കമ്പനി തുടങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് പല അന്വേഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. എൻറോൺ ഒരു US പ്രസിദ്ധമായ ഒരു US കമ്പനിയാണ്. അപ്പോൾ ഈ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ വന്ന സമയത്ത് ശരത് പവാർ ആണെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പ്രദേശവാസികളുടെ സമരം കാരണം ഈ പവർ പ്ലാന്റിൻ്റെ പണി തുടങ്ങാൻ അവസരം പോലും ലഭിച്ചില്ല. അപ്പോൾ ഒരു തുടങ്ങാത്ത ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഭാരത സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് അന്താരാഷ്ട്ര കോടതിയിൽ കേസിൻ്റെ വിധി വന്നതനുസരിച്ച് തുടങ്ങാത്ത ഒരു കമ്പനിക്ക് വേണ്ടി 38,000 കോടി രൂപ നൽകിയെന്നാണ് യഥാർത്ഥമായ വസ്തുത. കമ്പനി തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ കമ്പനി തുടങ്ങാനൊരുങ്ങിയപ്പോൾ അത് അനുവദിക്കാത്തത് കൊണ്ടുണ്ടായ അവരുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ കേസ് കൊടുത്തു. കേസ് കൊടുത്ത സമയത്ത് കേസ് വാദിച്ചത് അന്ന് ആ എൻറോൺ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കേസ് വാദിക്കാൻ തയ്യാറായത് പി ചിദംബരമാണെന്നുള്ളത് വളരെ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വസ്തു തന്നെ. ഇതൊന്നും നാട്ടുകാരായിട്ടുള്ള നമ്മൾക്കൊന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. അതൊന്നും അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ലെന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ പറയുന്ന പച്ചക്കള്ളം വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം അവർ ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മതേതരത്വം ഉയർത്തപ്പിടിക്കുന്നു, ആനയാണ് കൂനയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുവാണല്ലോ. അതാണ് അവർ ചെയ്യുന്നത്. അവർ ഇത്തരം കാര്യങ്ങൾ അവരുടെ ആൾ തന്നെയല്ലേ. അങ്ങനെ ചിദംബരമാണ് ആ കേസ് എൻറോണിന് വേണ്ടി വാദിച്ചത്. ലീഗൽ അഡ്വൈസർ ആയിരുന്നെന്നൊക്കെ പിന്നീട് പറയുന്നു. എന്തായാലും കൊള്ളാം, നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കേസിൽ നമ്മുടെ ഗവൺമെൻറ് പൈസ കൊടുക്കേണ്ടി വരുന്ന, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ഒരു കേസിൽ ഒരു ഇന്ത്യക്കാരൻ, അതുപോലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കേസ് വാദിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ കേസിൽ ഇന്ത്യക്ക് വേണ്ടി വാദിച്ചത് പിന്നെ ചാരപ്രവൃത്തി ആരോപിച്ച് പാകിസ്ഥാൻ ജയിലിൽ അടയ്ക്കപ്പെട്ട കൽഭൂഷൺ യാദവ് എന്ന് പറയുന്ന ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പല കേസുകളും സുപ്രീം കോടതിയിലും അന്താരാഷ്ട്ര കോടതിയിലും ഒക്കെ വാദിക്കുന്ന ഹരീഷ് സാൽവെ എന്ന് പറയുന്ന ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നിയമജ്ഞനാണ്. അദ്ദേഹമായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആ കേസ് അന്ന് വാദിച്ചത്. അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്. ചിദംബരം എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത വാജ്പേയി സർക്കാരിൻ്റെ കാലം കഴിഞ്ഞിട്ട് അടുത്ത 10 വർഷം UPA ആണല്ലോ ഭരിച്ചത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹം ധനമന്ത്രിയാവുകയും, അപ്പോൾ ഈ ധനമന്ത്രി ആയ സമയത്ത് ഇദ്ദേഹം ഈ വക്കീൽ പണി അവിടുത്തെ ഉപേക്ഷിച്ചിട്ട് എൻറോണിൻ്റെ വക്കാലത്ത് വേണ്ടാന്ന് വെച്ചു. കാരണം ക്യാബിനറ്റ് മന്ത്രി പദവിയിലെത്തിയപ്പം അത് ശരിയല്ലെന്ന് തോന്നിക്കാണുമായിരിക്കും. അപ്പോഴും ലീഗൽ അഡ്വൈസറായിട്ട് തുടർന്നു എന്നുള്ളതാണ് വസ്തുത. ഒന്ന് ആലോചിക്കണം, നമ്മളുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കേസ്, ഒരു അമേരിക്കൻ കമ്പനിയുടെ കേസിൻ്റെ ലീഗൽ അഡ്വൈസറായി നിന്നുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിയായിരിക്കെ, അപ്പോൾ അവർക്ക് കിട്ടിയ ആ നഷ്ടപരിഹാര തുകയുടെ എത്ര തുക ഇദ്ദേഹം കൈപ്പറ്റി കാണുമെന്ന് ചിന്തിക്കാവുന്നുള്ള കാര്യമേ ഉള്ളൂ. ഏതൊരു സാമാന്യ ബുദ്ധിക്കും നിരക്കുന്ന കാര്യമാണ് അയാൾക്ക് കിട്ടിയ കൈക്കൂലിയുടെ കാര്യം. അപ്പോൾ ഹരീഷ് സാൽവെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് UPA മന്ത്രിസഭ വരികയും ഇങ്ങേര് മന്ത്രിയാവുകയും ചെയ്തതുകൊണ്ട് ഖബർ ഖുറേഷി അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരാളെ എൻറോണിൻ്റെ വക്കീലായിട്ട് വന്നു. ആര് നിയമിച്ചു? ഈ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് ഈ ഹരീഷ് സാൽവയെ മാറ്റിയിട്ട് എൻറോണിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി ചിദംബരം ഹരീഷ് സാൽവയെ മാറ്റുകയും പകരം പാകിസ്ഥാൻകാരനായിട്ടുള്ള കൽഭൂഷൺ യാദവിൻ്റെ കേസിൽ പിന്നീട് കൽഭൂഷൺ യാദവിന് എതിരായിട്ട് അന്താരാഷ്ട്ര കോടതിയിൽ വാദിച്ച ആളാണ് ഈ ഖബർ ഖുറേഷി. ഈ ഖബർ ഖുറേഷി എന്ന് പറയുന്ന പാകിസ്ഥാൻകാരനായിട്ടുള്ള വക്കീലിനെ അന്താരാഷ്ട്ര കോടതിയിൽ എൻറോണിന് വേണ്ടിയിട്ട്, അതായത് എൻറോണിനെതിരായിട്ട് ഭാരത സർക്കാരിൻ്റെ വക്കാലത്ത് കൊടുത്തു എന്നുള്ളതാണ്. അതിന് 1400 കോടി രൂപയാണ് വക്കീൽ ഫീസായിട്ട് ഈ പാകിസ്ഥാൻകാരന് ഈ ഭാരത സർക്കാർ കൊടുത്തത്. അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന UPA മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന ചിദംബരമാണ് ഹരീഷ് സാൽവയെ മാറ്റിയിട്ട്, ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള വക്കീലിനെ മാറ്റിയിട്ട് എൻറോണിന് എതിരായിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് എൻറോണിൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്ന ഈ ചിദംബരം എൻറോണിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള ഒരു ഖബർ ഖുറേഷി എന്ന് പറയുന്ന ഒരു വക്കീലിനെ വെക്കുകയും 1400ഓളം കോടി രൂപ
വക്കാലത്ത് കൊടുത്ത ആളിന് വക്കീൽ ഫീസായിട്ട് ഭാരത സർക്കാരിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്തെന്നുള്ളത് ഏവർക്കും അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ ഹരീഷ് സാൽവയെ മാറ്റിയിട്ട് 1400 കോടി രൂപ കൊടുത്ത് വക്കീൽ ഫീസ് കൊടുത്ത് ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു വക്കീലിനെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഇയാളുടെ രാജ്യസ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുക. അതുപോലെ അങ്ങേർക്ക് കിട്ടിയ പൈസ കൈക്കൂലി ഇനത്തിൽ എന്തുമാത്രം രൂപ കിട്ടിയിട്ടുണ്ടാകുമെന്നും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ഏതെല്ലാം തരത്തിൽ രാജ്യത്തിൻ്റെ പൈസ കട്ടുമുടിച്ച അഴിമതിക്കാരനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്ന ആളാണ് പി ചിദംബരം എന്നുള്ളത് ഇന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ നാട്ടിലെ ആൾക്കാർക്കൊഴിച്ച്. അപ്പോൾ എന്നിട്ട് ആ കേസിൻ്റെ ഫലം വിധി എന്തായെന്നറിയാമോ? അന്താരാഷ്ട്ര കോടതിയിൽ ഹരീഷ് സാൽവയെ മാറ്റിയിട്ട് കവർ ഖുറേഷിയെ കൊണ്ട് കേസ് വാദിപ്പിച്ചിട്ട് എൻറോൺ കേസ് വിജയിക്കുകയും ചെയ്തു. 38,000 കോടി രൂപ ഒരു തുടങ്ങാത്ത കമ്പനിക്ക്, അമേരിക്കൻ കമ്പനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഇവരിറങ്ങി പോന്നപ്പോഴേ കോടിക്കണക്കിന് രൂപയുടെ കടം അന്താരാഷ്ട്ര ബാങ്കിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും എല്ലാം എടുത്തതൊക്കെ മോദിജി ഗവൺമെൻറ്റാണ് വീട്ടിൽ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കടങ്ങൾ വീട്ടാനായിട്ട് അടുത്ത ആൾ വരേണ്ടി വന്നു. ഇതായിരുന്നു അവരുടെ പരിപാടി. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ നാടിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ആളെ പോലും വക്കീലായിട്ട് വെച്ച് വക്കീൽ ഫീസ് ഇനത്തിലും അങ്ങനെ ആ കേസ് തോൽക്കേണ്ടി വരികയും 38,000 കോടി രൂപ ഇല്ലാത്ത ഒരു കമ്പനിക്ക് വേണ്ടി അന്താരാഷ്ട്ര കോടതിയുടെ വിധി അനുസരിച്ചൊക്കെ ഈ ഭാരതം ആ കേസ് തോറ്റുപോയി, കൊടുക്കേണ്ടിയും വന്ന. അപ്പോൾ അയാൾക്ക് കൊടുത്ത 1400 കോടിയും 38,000 കോടി രൂപ കമ്പനിക്കും കൊടുത്ത ഈ മഹാനായ ചിദംബരം എത്രമാത്രം അഴിമതിക്കാരനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോളുക. ഇതൊരു ചെറിയ അറിവല്ല, ഇതൊരു വലിയ അറിവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത കാലത്താണ് ഞാനും ശ്രദ്ധിക്കാനിടയായത്. സാധാരണക്കാർ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമെന്ന് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരുന്നു. ഇനി വീണ്ടും പ്രകടന പത്രികയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഖാർഗെയോടൊപ്പം അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ടായിരുന്നല്ലോ. ഖാർഗെയും പിന്നെ രാഹുലും അതിനപ്പുറത്ത് ചിദംബരവുമാണ് പ്രകടന പത്രികയുമായിട്ട് നിന്നത്. അപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇനിയും വീണ്ടും ഭരണത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താകുമെന്നാണ് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ഇവിടെ കഴിഞ്ഞു, പക്ഷേ ഇനി ഇലക്ഷൻ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ അവസരം കിട്ടിയപ്പോൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യമാവും കേൾക്കുന്നവർക്കെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എഴുതുക. അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം വെക്കാതെ നിങ്ങൾ തന്നെ എൻറോൺ കമ്പനിയെ പറ്റിയുള്ള അന്വേഷണം ഏത് തരത്തിലാണ് പോയതെന്ന് ഗൂഗിളിൽ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ചെന്ന് നിൽക്കുന്നത് വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകും ഹരീഷ് സാൽവെ എങ്ങനെ മാറിപ്പോയി എന്നും ആ സ്ഥാനത്ത് ഖബർ ഖുറേഷി എന്ന് പറയുന്ന ശത്രുരാജ്യമായ പാകിസ്ഥാൻ്റെ വക്കീൽ എങ്ങനെ വന്നെന്നും ഒക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.